എല്ലാരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞില്ല. നല്ല വിശേഷം. പേര് റേസ്യ. ഉള്ള പേര് തന്നെയാണോ? ഉള്ള പേര് സെൽവി. സ്ഥലം അടിമലത്തുറ. ആധാർ കാർഡൊന്നും ഞാൻ ചോദിക്കൂല. ശരി ചേച്ചി, ബാക്കി മീന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് മീനിന്റെ കളക്ഷൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? 1000 രൂപ. ഇത് എത്ര കിലോ വരുമായിരിക്കും? ഇത് എത്ര കിലോ വരും? ഓക്കെ. സൗണ്ട് ഒന്നും പുറത്ത് വരുന്നില്ല, കാരണം ചേച്ചിയുടെ സൗണ്ട് പാടി പോയതാണ്. ഓക്കെ, ഇനി ബാക്കി. ഇത് കട്ടിലാണ്, ടോഫാണ്, ഏതാണ്? വെളമീനാണല്ലേ? വെളമീനാണ്. ഇത് എത്ര? 200. ഓക്കെ. ഇത് 100. ഓക്കെ. ചൂര പീസ് 200. ഓക്കെ. ഇതെന്ത് മീനിന്റെ? തേടിന്റെ ആണല്ലേ? തേടിന്റെ വന്നിട്ട് 200. 100. തേടിന്റെ വന്നിട്ട് 100. പിന്നെ വന്നിട്ട് മുള്ളും തലയും എത്ര? പല വിലയ്ക്കും സംഭവം മുള്ളും തലയും കൊടുക്കും. ഓക്കെ ചേച്ചി, ഏത് സമയത്ത് വന്ന് കഴിഞ്ഞാൽ മീൻ നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും? ആ സമയങ്ങള് അദാനി വന്നതോടെ ആ സമയം പറയാൻ പറ്റൂല. കാരണം മീനെല്ലാം അവര് പിടിച്ച് നശിപ്പിച്ച് നാശീകരണമാക്കിയിട്ടുണ്ട്. ഓക്കെ. കടലില് മീനില്ല. ഓക്കെ. കടലില് വാങ്ങിക്കാൻ പോകാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഇവിടെ വരുമല്ലോ. ഇവിടെ എത്ര മണിക്ക് വരണം അത് പറഞ്ഞോ? ഇവിടെ 5 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷം വന്നതിനെ കിട്ടും മീന്. കിട്ടും. ചേച്ചിയുടെ തട്ടിൽ വന്നതിന് സ്പെഷ്യലായിട്ട് ഓഫർ വല്ലതും ഉണ്ടോ? ഓഫർ വല്ലതും ഉണ്ടോന്ന്? ഞങ്ങളുടെ കടലിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന ഒരു ഓഫർ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു തട്ടിൽ വന്ന സമയത്ത് തട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. തട്ടിൽ കുറച്ച് മീനുകൾ മാത്രമേ ഉള്ളൂ. എന്തുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെ ഉണ്ട്? അങ്ങനെ അയിലയുണ്ട്, ചൂരക്കുട്ടിയുണ്ട്, കണ്ണൻ കൊഴിയാളയുണ്ട്, ചാളയുണ്ട്, നൊത്തോലിയുണ്ട്, കണവയുണ്ട്. എവിടെന്നാ മീനൊക്കെ? എവിടെന്നാ മേടിക്കുന്നത്? ഇന്നിപ്പോ എവിടെന്ന് സാധാരണ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് എവിടെന്നാ മേടിക്കാറ്? നമ്മള് വിഴിഞ്ഞത്തുനിന്ന് എടുക്കും, വള്ളത്തിൽ നിന്ന് എടുക്കും. അടിമലത്തുറ അവിടെ മീനൊന്നും വരാറില്ല? കടൽ ക്ഷോഭം ആയതുകൊണ്ട് വള്ളം എല്ലാം വിഴിഞ്ഞത്താണ് വരുന്നത്. ഓക്കെ. അപ്പൊ എന്തൊക്കെ മീനുണ്ടെന്ന് ഓടിച്ചൊന്ന് പറയോ? വലിയ ചൂര ഇരിക്കണ. വലിയ ചൂര റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവോ? വലിയ ചൂര വന്നിട്ട് ഒരെണ്ണം 300. ഓക്കെ. 4 എണ്ണം വന്നിട്ട് കുട്ടിച്ചൂര. പേര് പറഞ്ഞു പോണേ. ഓക്കെ. കുട്ടിച്ചൂര 4 എണ്ണം 200. ഓക്കെ. ഇത് പറഞ്ഞില്ല. കൊച്ചു കൊഴിയാള 100 രൂപ. കൊച്ചു കൊഴിയാള, കണ്ണൻ കൊഴിയാള വന്നിട്ട് 100 രൂപ ഒരു കൂറ്. ഓക്കെ. പിന്നെ അയില 6 എണ്ണം 200 രൂപ. അയില വന്നിട്ട് ചെറുതാണ്, ചെറിയ സൈസ് 6 എണ്ണം 200. അതിന്ന് മീന് കുറവായതുകൊണ്ടാണ്. ഓക്കെ. ഇല്ലെങ്കിൽ വലിയ സൈസ് അയിലേക്ക് വരാറുണ്ട്. ഓക്കെ. ഇനി അടുത്തത് കണ്ണൻ കൊഴിയാള 3 200 രൂപ കൊടുക്കണം. കണ്ണൻ കൊഴിയാള വന്നിട്ട് 3 എണ്ണം 200 രൂപയ്ക്ക് കൊടുക്കും. ഇതിങ്ങനെ ഒടിച്ച് വെക്കണതിന്റെ കാര്യം എന്താണ്? ഫ്രഷ് എന്ന് അറിയാൻ വേണ്ടി കണ്ണൻ കൊഴിയാള മാത്രം അങ്ങനെ ഒടിച്ചു വെക്കാറുള്ളൂ. അതിന് കാര്യം എന്തോ? വേറെ ഒന്നും ഒടിക്കും. അല്ല, കണ്ണൻ കൊഴിയാള മാത്രം ഒടിക്കാൻ കാരണം എന്തോ? കാരണം അവര് അയില എന്ന് പറഞ്ഞ് വാങ്ങൂല. ഒടിച്ചു വെക്കുമ്പോ മനസ്സിലാവും ഇത് കൊഴിയാളാണ്. ഓക്കെ. അപ്പൊ കണ്ണൻ കൊഴിയാളയും അയിലയും എനിക്കും പല സമയങ്ങളിൽ അത് കൺഫ്യൂഷൻ വരാറുണ്ട്. എന്നാലും ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടി ഇങ്ങനെ ഒടിച്ചു വെക്കുന്നത് നന്ന് തന്നെ. ഓക്കെ. ബാക്കിയൊക്കെ നൊത്തോലി പറഞ്ഞില്ല. നൊത്തോലി കൂറ് 100. പക്ഷെ കണവ വന്നിട്ട് വലുതാ ചെറുത്? ഇതെങ്ങനെയാ? 200 രൂപ. ഓക്കെ. ഇത് അത്യാവശ്യം കുറച്ച് വലിയ സൈസ് ആണല്ലേ? 10 എണ്ണം. അത് 200 ആണ്. ചെറുതില്ല. ഓക്കെ. ഇത് സംഭവം കുറച്ചും കൂടെ ലാഭമുണ്ട് കേട്ടോ. ഓക്കെ. ചാള വന്നിട്ട് ഒരു കൂറ് വന്നിട്ട് 100 രൂപ. ഇതാണ് ചേച്ചിയുടെ തട്ട്. പിന്നെ അടുത്ത തട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെയാണെങ്കിൽ കുറച്ച് ചെറിയ സൈസ് മീനുകളും ചെറിയ കളക്ഷൻസ് ആണ് ഉള്ളതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകളുണ്ട്. നമുക്ക് മീനുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? മീനൊക്കെ ഉണ്ടോ? മീനുണ്ട്. എന്തൊക്കെ മീനുകളൊന്ന് ജസ്റ്റ് പേരുകളൊക്കെ പറഞ്ഞൊന്ന് പറയോ? ചെറിയ ചൂരയും ചെറിയ നെമ്മീൻ ചൂരയും ഉണ്ട്. അതൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ പറഞ്ഞാൽ? ഓക്കെ. ചെറിയ നെമ്മീൻ ചൂര വന്നിട്ട് 200 രൂപ. ഇത് കുട്ടിച്ചൂര 4 എണ്ണം 200. ഓക്കെ. ബാക്കിയൊക്കെ പാരാസീഡി. ഇത് 5 എണ്ണം 200. ഇത് ഒറ്റ മീൻ അങ്ങ് ഫ്രൈ ചെയ്ത് അടിപൊളിയായിരിക്കും. ബാക്കി ഇത് രണ്ടും ഒന്നാണോ? ഓക്കെ. നെക്സ്റ്റ് കോരമീൻ എത്ര രൂപയാണ്? 3 മീൻ വന്നിട്ട് 150. പിന്നെ നവര വന്നിട്ട് 200. ഇത് എന്തൊക്കെ? ഈ മീനിന്റെ പേരെന്ത് പറയും? അമോർ. ഇത് റെഡ്. ഓക്കെ. അമോറിന്റെ 2 വെറൈറ്റി ആണെന്നാണ് പറയണത്. ഓക്കെ. ബാക്കിയൊക്കെ ക്ലാത്തി 200.
കോര മീൻ 200. ഓക്കെ, ഇത്രയും മീനുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ തട്ട് ഇതാണ്. ഇത്രയും മീനുകളാണ് ഈ ഒരു സൈഡിലുള്ളത്.